ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് തട്ടുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ചെന്നിട്ടുള്ളത് കോൾ ബാർബിക്യൂലാണ് കേട്ടോ. ഇവിടുത്തെ ബഫേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പം നമ്മൾ നോൺ വെജ് ഐറ്റംസാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്നിരുന്നപ്പോൾ തന്നെ ടേബിളിൽ ഗ്രില്ല് ചെയ്യാനുള്ള ചാർക്കോൾ ബോക്സൊക്കെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ടേഴ്സിൻ്റെ വരവായിരുന്നു, ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം തന്നെ ഈ ഒരു മഞ്ഞ കളറിലെ ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ തൃപ്തിയത് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഒരു കപ്പ് സിറപ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി വേറെയൊക്കെ ജ്യൂസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. ഇതൊക്കെ ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ബാർബിക്യൂ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഷ്, ചിക്കൻ, പ്രോൺസ് തുടങ്ങിയ ഐറ്റംസൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ പ്ലേറ്റിനകത്ത് ഇവിടെ കാണുന്നത് ക്രിസ്പി കോൺ കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഹണി ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ചീസി പൊട്ടറ്റോ ഉണ്ടായിരുന്നു. ചിക്കൻ്റെ തന്നെ വേറെ ഐറ്റംസും പിന്നെ സൈഡിൽ കുറേ സോസുകളും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ക്രിസ്പി കോണും പിന്നെ ഹണി ചിക്കനൊക്കെയാണ്. പക്ഷേ അത് മാത്രം കഴിച്ച വയറ് നിറച്ചിട്ട് കാര്യമില്ല. ബാക്കിയും കുറേ കാര്യങ്ങളൊക്കെ ടേസ്റ്റ് നോക്കാനുള്ളതുകൊണ്ട് അത് അത്യാവശ്യത്തിന് മാത്രമേ കഴിച്ചുള്ളൂ. നമ്മളിത് കഴിച്ച് കഴിഞ്ഞ് നമുക്കിനി ഇത് വേണമെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഇത് കൊണ്ട് വെച്ച് തരും കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിക്കുന്നതിനിടയ്ക്ക് അച്ചോട്ടം പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും സാലഡ്സും കൂടെ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇതിനിടയ്ക്കൊന്ന് കഴിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാർട്ടേഴ്സ് തന്നെ കഴിച്ചിട്ട് നമ്മുടെ വയറ് ഏകദേശം നിറയും. അപ്പോഴേക്കും പിന്നെ അടുത്ത എൻ്റെ ഫേവറേറ്റ് മറ്റൊരു ഐറ്റം വന്നിട്ടുണ്ട്. പൈനാപ്പിൾ ഇതേപോലെ ഗ്രില്ല് ചെയ്തൊരു ഐറ്റം കേട്ടോ. നല്ല എരിവും പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ലൊരു സൂപ്പർ സംഭവമായിരുന്നു. അതിനുശേഷം പിന്നെ ചുമ്മാ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് പാസ്ട്രിയുടെ സൈഡിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ കേക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. അടിയിൽ ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് വാഫിൾസും ബ്രൗണീസും ജിലേബി, ഗുലാബ് ജാമുൻ തുടങ്ങിയ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഏതായാലും എടുക്കുന്നില്ല, ചുമ്മാ വീഡിയോ എടുത്തേക്കാന്ന് കരുതി വന്നതാണ്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ കുറേ ഐസ്ക്രീമിൻ്റെ സംഭവങ്ങളുണ്ട്. അതിനുശേഷം ഇപ്പുറത്തേക്കാണ് മെയിൻ കോഴ്സിൻ്റെ വിഭവങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. നോൺ വെജ്, വെജ് ഐറ്റംസ് ധാരാളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെജ് ഐറ്റംസിനകത്ത് വെണ്ടയ്ക്കയുടെ എന്തൊരു കറി ഉണ്ടായിരുന്നു, പിന്നെ ദാൽ കറി ഉണ്ടായിരുന്നു, പിന്നെ പനീറിൻ്റെ കറി ഉണ്ടായിരുന്നു, നോർമൽ റൈസ് ഉണ്ടായിരുന്നു, വെജ് ബിരിയാണി ഉണ്ടായിരുന്നു, ബേബി കോൺ കറികളൊക്കെ ഉണ്ടായിരുന്നു, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ ഐറ്റംസ് അങ്ങനെ അതിൽ സൈഡിൽ കൂടെ നീണ്ടോട്ടിരിക്കുകയാണ്. പിന്നെ അപ്പുറത്താണ് കുറേ സാലഡ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ പിക്കിൾസും പപ്പടം തുടങ്ങിയ ഐറ്റംസൊക്കെ തന്നെ ധാരാളം ഉണ്ട്. പിന്നെ ചെറുപയർ മുളപ്പിച്ചതും പിന്നെ കുറേ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് തൈര് സാദം ഉണ്ടായിരുന്നു. ഇവിടെയും കുറേ സോസുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചാറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോൺ വെജ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം തന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു, ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു, പിന്നെ മട്ടൺ റോഗൻ ജോഷ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ടായിരുന്നു, പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു, ഹൈദരാബാദ് ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ്. ഇവിടെ റാബിറ്റ്, ഡക്ക്, പിന്നെ ബാസ ഫിഷ്, പിന്നെ സ്ക്വിഡ് തുടങ്ങിയ ഐറ്റംസൊക്കെ തന്നെ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ നിങ്ങൾക്ക് ടോപ്പിങ്സ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് തരും സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ നമുക്ക് പിസ്സയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു കോർണറാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ പിസ്സയൊന്നും പറയുന്നില്ല, കാരണം അല്ലാതെ തന്നെ ഭക്ഷണം കഴിച്ച് ഏകദേശമൊക്കെ വയറ് നിറഞ്ഞു. ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ സൈഡിൽ കൂടെ ഒക്കെ വന്നതാണ്.
ഓരോ ഐറ്റംസൊന്നും കുറച്ച് എടുത്തിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അടുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിയുമ്പോൾ പിന്നെ എല്ലാതും ഒന്ന് ടേസ്റ്റ് നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാതും കുറച്ചേ കഴിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ മെയിൻ കോഴ്സിലെ കുറച്ച് ഐറ്റംസ് എടുക്കാൻ പോവാണ്. ഇപ്പോൾ എടുക്കുമ്പോൾ പിന്നെ ഏകദേശമൊക്കെ സ്റ്റാർട്ടേഴ്സ് കഴിച്ചതിന് വയറ് നിറഞ്ഞിട്ടുള്ളതുകൊണ്ട് 2 പേർക്കൂടെ ഉള്ളത് ഒരു പ്ലേറ്റിൽ നിന്ന് എടുക്കുകയാണ്. എൻ്റെ പ്ലേറ്റിലാണ് പലതരം പൂക്കളിട്ട പോലത്തെ ഐറ്റംസ് കാണുന്നത്. കാരണം എല്ലാത്തിൽ നിന്നും ലേശം എടുത്ത് ടേസ്റ്റ് നോക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്തത് പാസ്റ്റയുടെ സൈഡിലോട്ട് പോകാൻ കേട്ടോ. അത് പിന്നെ ഒക്കെ ചെറിയ പീസുകളായിരുന്നു. പിന്നെ താഴത്തെ ഫ്രഷ് കട്ട് ഫ്രൂട്ട്സൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതെടുക്കുന്നില്ല. പിന്നെ ഇവിടുന്ന് ഈ ഐറ്റംസൊക്കെ എടുത്തു. പിന്നെ അതിനകത്ത് സേമിയ പായസമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാതും സേമിയ പായസം ആണെങ്കിലും വെറുതെ ഇടുന്നില്ല, ഇവിടുന്ന് ഉണ്ടാക്കുന്നതാണല്ലോ. പിന്നെ രസമല ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തുനിന്ന് വാഫിൾസും എല്ലാത്തിൽ നിന്നും ഓരോന്നേ എടുക്കുന്നുള്ളൂ. ടേസ്റ്റ് നോക്കുക അറിയാമെന്നുള്ള കാര്യത്തിന്. കാരണം ഏകദേശം ഇത്രയും ഫുഡ് കഴിച്ചിട്ട് വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് കഴിക്കാൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അതിപ്പോൾ ഈ ബൊഫെ തീരുന്ന നേരം വരെയാണല്ലോ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാൻ കഴിയുള്ളൂ. ഹൽവ, ഗുലാബ് ജാമുൻ, റബഡി, പിന്നെ ജിലേബി തുടങ്ങിയ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാത്തിനും ലേശം എടുത്തു. ഐസ്ക്രീമിൻ്റെ സൈഡിലോട്ട് സത്യം പറഞ്ഞാൽ പോകാൻ പറ്റിയില്ല, എടുത്തില്ല. പിന്നെ അപ്പോൾ ഈ ഉള്ളതൊക്കെ കൂടെ കൊണ്ടുവച്ചിട്ട് അതിൽ നിന്നൊക്കെ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു സർപ്രൈസ് കണ്ട് ഞെട്ടിപ്പോയത്. കാരണം അവിടുത്തെ പയ്യന്മാരൊരു കേക്ക് മുന്നേ കൊണ്ടുവച്ചു. പെട്ടെന്ന് എന്താ നോക്കിയപ്പോൾ അതിൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് എഴുതിയിരിക്കുന്നു. ഡിസംബർ 12 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് കുറച്ച് ദിവസം മുന്നെയാണ് നമ്മളിവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കെട്ടിൻ്റെ ഒരു ചെറിയ സർപ്രൈസ് ആയിരുന്നു. പിന്നെ ആ സമയത്ത് കെട്ടിന് വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് അവർ ഞെട്ടലും കാര്യങ്ങളൊന്നും തന്നെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്താലും ആ ഫസ്റ്റത്തെ ഞെട്ടലില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് അവരെല്ലാം കൂടെ വന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടി നമ്മൾ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. Boom, sika 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 raka, sika raka, sika boom, sika boom, sika raka, sika raka, sika boom. Oh yeah, ole, ole, wish you, happy anniversary both of you, my happy birthday. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാതെയാണെങ്കിലും ഒന്ന് ചെറുതായിട്ട് കരഞ്ഞൊക്കെ പോയി. മറ്റൊന്നല്ല, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറി തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും സെലിബ്രേഷൻസോ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടികളൊന്നുമില്ല. അത് ഇഷ്ടമല്ലാണ്ട്, എനിക്കിഷ്ടമല്ലാണ്ടല്ല, പുള്ളിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിപാടികളൊന്നുമില്ല. അതിനൊക്കെ പരാതി പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പെട്ടെന്ന് അങ്ങനെ മുന്നിൽ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു സർപ്രൈസ് ആയതിൻ്റെ പേരിലൊന്ന് കരഞ്ഞൊക്കെ പോയതാണ്. ഇത്രയും ഭക്ഷണം കഴിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് തന്നെ ഈ കേക്കിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ അതൊന്നും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ കഴിയില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇതിലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നടക്കാമെന്ന് കരുതി. ഒന്ന് ഫുഡൊക്കെ കഴിച്ചത് സെറ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്തു കേട്ടോ. വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ വൈകുന്നേരം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പോരുന്ന വഴിക്ക് മഹാബലിപുരത്തിനടുത്തെത്തിയപ്പോൾ നല്ലൊരു സൺസെറ്റ് ഒക്കെ കണ്ടിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷം വീട്ടിലോട്ടെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.